ഇന്ന് രാവിലെ എൻ്റെ പിന്നെ നേരെ അടുക്കളയിൽ പോയിട്ടാ. സ്വാഭാവികമായി ക്ലാസ്സുള്ള ദിവസം നമ്മൾ അടുക്കള ഭാഗത്ത് പോകാറില്ല. ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ പോകാറില്ല, അത് വേറെ കാര്യം. ഇന്ന് അടുക്കള കയറിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വയ്യ, അപ്പൊ പിന്നെ അമ്മേനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കയറിയത്. എന്നിട്ട് ചോറൊക്കെ തിളപ്പിച്ചു. കറി വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കറി വെക്കാറില്ല, അതുകൊണ്ട് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാന്ന് വെച്ചു. എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെറുതെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതിയല്ലോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ലോ, വായിൽ വെക്കാൻ പറ്റില്ല, പിന്നെ അച്ചാർ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കഴിച്ചു. രാവിലേക്ക് ഇങ്ങനെ മഴ പെയ്ത് എങ്ങനെ കോളേജിൽ പോകാൻ തോന്നാനാ? കോളേജ് എത്തിയപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് മറ്റു ജൂനിയേഴ്സിന്റെ ക്ലാസ്സിൽ കൊണ്ടിരുത്തിയേക്കും. നമ്മളെ കൊണ്ടിരുത്തിയ ക്ലാസ് എന്ന് പറയുന്നത് കോളേജിലെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലെ ക്ലാസ്സിലാണ്, അതുകൊണ്ട് നമുക്ക് താഴെ നിന്നുള്ള എല്ലാ വ്യൂവും കാണാം. പ്രത്യേകിച്ച് നമ്മുടെ ലൂസി കുട്ടീനെ നമുക്ക് കാണാൻ പറ്റി മോളിൽ നിന്നുള്ള വ്യൂവിൽ. ഇവനാണ് ഓഫീസ് ജൂനിയർ ആയതുകൊണ്ട് പറയാലോ, ഒരു ബഹുമാനം ഇല്ല നമ്മളോട്. ഉച്ചയ്ക്ക് ചോറിനടുത്തപ്പോ ഞാൻ ഉണ്ടാക്കിയ നെയ്ച്ചോറ് അവൾക്ക് കൊടുത്തോളൂ. പറയാം സൂപ്പർ സൂപ്പർ എന്ന്. ആർക്കറിയാം, വായിൽ വെക്കാൻ പറ്റില്ലെന്ന് എനിക്കല്ലേ അറിയുള്ളൂ. അവന്റെ കൂട്ടാരൻ ക്യൂട്ടാവാൻ നോക്കിയതാ, പട്ടിക ഞള്ളം കുടിക്കണില്ല. ഉച്ചയ്ക്ക് ഒരു ജാതി പെരുത്തം മഴ പെയ്തിട്ട് അത് നോക്കി നിൽക്കായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ മഴ പോട്ടെന്ന് പ്രാർത്ഥിച്ചതും കുറച്ച് കഴിയുമ്പോൾ മഴ പോയി. എന്റെ ഒരു കഴിവേ. ഉച്ചത്തെ ബ്രേക്ക് കഴിഞ്ഞ് നേരെ കയറി ചെന്നത് ഡ്രോയിങ് റൂമിലേക്ക് വരയ്ക്കാനായിട്ടേ. വര സിവിലല്ലേ, വര. ഇതാണ് നമ്മുടെ അനൂപ് സാറ് പറഞ്ഞു കൊടുക്കുന്നതാണ് പിള്ളേർക്ക്. സാറിന് തന്നെ മനസ്സിലാവില്ല എന്തിട്ടൊക്കെ പറഞ്ഞു കൊടുക്കണേന്ന്. ഡ്രോയിങ് 3 മണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു 1.5 മണിക്കൂർ വരച്ചിട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് 4 മണിയായപ്പോഴേക്കും ക്ലാസ്സിന് പുറത്ത് വന്നിട്ട് നമ്മൾ ചാലക്കുടി വന്നിറങ്ങി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. നല്ല വിശപ്പിന്റെ അസുഖമായി ഉണ്ടോന്ന് മിനിറ്റിന് വിശക്കാന്നേ. ഒരു പരിപ്പോട, ഒരു മസാല പോണ്ട, 2 ചായ. വിശപ്പ് മാറിന്ന് അങ്ങോട്ട് പറയാം. അമ്മ വിളിച്ചു പറഞ്ഞ അമ്മയ്ക്ക് വയ്യാത്താരനെ 2 ഗുളിക മേടിച്ചോണ്ടരാ. അങ്ങനെ 2 ഗുളിക മേടിച്ച് ചാലക്കുടി സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക ബസ് വരാൻ വേണ്ടിയിട്ട്. അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ലീവാണ്, വീട്ടിലുണ്ടാവുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വൈകുന്നേരം ചെല്ലെന്തല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്. നോക്കിയപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം. അപ്പൊ വൈകുന്നേരത്തെ ചായ കൂടി ഉഷാലായി. അപ്പൊ ഓക്കെ ബൈ.